തന്നെ ടാസ്കിനൊക്കെ സീനാണ്. വണ്ടി ഓടിച്ച് തൊഴി പോകാൻ വേണ്ടിയിട്ട് വണ്ടി ഓടിച്ച് അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്പോട്ടിന് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എവിടെ ആ സാധനം ഇവിടെ അങ്ങനെ ഉണ്ടായോ അതേക്കില്ല. ഇപ്പൊ അറിയാം അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ അതോ കള്ളാണെങ്കിൽ ഈ സാധനം മൊത്തം ഞാൻ തറക്കിടുന്നത്. ഓക്കെ ഇറങ്ങി. സോ ഇറ്റ്സ് ടൈം. സോ അവര് പറഞ്ഞ ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് കയറി ഈ ഒരു ബട്ടനെ പിടിച്ച് നിൽക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? 1 2 3 സ്റ്റാർട്ട്. ഹിയർ വി ഗോ. അപ്ഗ്രേഡ് വെയിറ്റ് യന്ത്രം ഒന്നും സംഭവിച്ചു. കറങ്ങാൻ വേണ്ടി തുടങ്ങി. അപ്ഗ്രേഡ് ആക്കാതെ പറഞ്ഞിട്ട് യന്ത്രം ഇങ്ങനെയൊക്കെ ഇറങ്ങണം. ഇത് കറങ്ങാനുള്ള എന്തെങ്കിലും കളിപ്പാട്ടം പോലത്തെ സാധനമായിരുന്നു. നിക്ക് എന്തോ സംഭവിക്കുന്നുണ്ടോ? ആ സ്പീഡ് കൂടുതലുണ്ട്. തലേ കറങ്ങുന്നുണ്ടല്ലോ. ഇതിപ്പോ എങ്ങനെ നിർത്തും? സംതിങ് ഈസ് ഹാപ്പനിങ് മാൻ. എന്താ ഒന്നും കാണാനും പറ്റുന്നില്ല. കൈയൊന്നും അനക്കാനേ പറ്റുന്നില്ല. ഇത് തന്നെ നിൽക്കുമോ ഞാൻ തന്നെ നിർത്തണോ? കറങ്ങുന്നേ തലയൊക്കെ കറങ്ങുന്നേ. നിർത്തറാ കൈ. ഞാൻ തിളക്കൊക്കെ പോയി. പക്ഷെ ഞാനിപ്പോഴും നിന്ന് കറങ്ങാനുള്ള ഫൈനലി നിന്ന്. പക്ഷേ എന്താ ഭൂമിയെ നിന്ന് കറങ്ങുന്നേ? ഞാനാണോ കറങ്ങുന്ന ഭൂമിയാണോ കറങ്ങുന്നത്? ഞാൻ തന്നെയാണെന്ന് തോന്നുന്നത്. നമ്മൾ അപ്ഗ്രേഡ് ആയോ? നോക്കട്ടെ. എന്താ നടക്കാനും പറ്റുന്നില്ലല്ലോ. സ്പീഡ് അപ്ഗ്രേഡ് ആവുന്ന പറഞ്ഞിട്ട് സ്പീഡ് കുറഞ്ഞവനാണല്ലോ എനിക്ക് തോന്നണേ. എനിക്ക് ഞാൻ അതിന് ഓടി നോക്കി പോലല്ലോ. ഓടി നോക്കിയാലേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ ഒന്ന് ഓടി നോക്കാം. ആക്ച്വലി സ്പീഡ് കൂടിയടാ. ലോസ് ആൻഡോസിലെ മറ്റൊരാളെക്കാളും സ്പീഡിലല്ലേ ഞാൻ ഇപ്പൊ ഓടുന്നത്. ഓൾ റൈറ്ററാ. അപ്പൊ ആ ഒരു മെഷീൻ അവര് പറഞ്ഞൊക്കെ സത്യ. ഇപ്പൊ പോയി ലോസ് ആൻഡോസിലെ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഓട്ട മത്സരത്തിൽ ഞാനേ ഫസ്റ്റ് വരുള്ളൂ. പക്ഷേ തല ഇപ്പോഴും കറങ്ങുന്നുണ്ട്. പക്ഷെ വിഷമിച്ചിട്ടില്ല. ഓക്കെ തിരിച്ചു പോവാം. ഐ ഗോട്ട് ആൻ ഐഡിയ സർജി. അതായത് ആ മെഷീൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചപ്പോ തന്നെ എന്റെ സ്പീഡ് ഇത്രയും കൂടി. അപ്പൊ നമ്മൾ അത് ഒരു പ്രാവശ്യം കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ എന്റെ സ്പീഡ് എത്രയാവും ആലോചിച്ചിട്ട് തന്നെ എക്സൈറ്റഡ് ആവുന്നു. ഓക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അറിയാം. ഹിയർ വി ഗോ അഗൈൻ. വീണ്ടും ടാസ്ക്. ഒബ്വിയസ്ലി ഞാൻ വിചാരിച്ചു ഒരു ടാസ്ക് മാത്രം ചെയ്താൽ മതിയെന്ന്. റൺ ഇൻ ഫ്രണ്ട് ഓഫ് ട്രെയിൻ വിത്തൗട്ട് ഹിറ്റിംഗ് ഫോർ 30 seconds. അതായത് ട്രെയിനിന്റെ ഫ്രണ്ടിൽ കൂടി ഓടണം. വിച്ച് മീൻസ് ട്രെയിനിന്റെ ഫ്രണ്ടിൽ കൂടി ഓടി തോപ്പിക്കണം. ഞാൻ ഫാസ്റ്റ് ആയെന്നുള്ളതൊക്കെ സത്യം തന്നെ. പക്ഷെ ട്രെയിനേക്കാളും ഫാസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ മാൻ. പക്ഷെ പിന്നെ ഇങ്ങനെ ഒരു ടാസ്ക് അവർ തരാൻ കാരണം ഓക്കെ ഒരു കാര്യം ചെയ്യാം. ട്രെയിനാണോ ഞാനാണോ ഫാസ്റ്റ് എന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത്